കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവ് ചർച്ച ചെയ്യാൻ മെഡിക്കൽ ബോർഡ് യോഗം ജൂൺ 1-ന്. വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിലാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. CK വിജയൻ നൽകും വിവരങ്ങൾ. CK, ഈ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വലിയൊരു പിഴവ് അത് ആ ഗൗരവത്തോടു കൂടി തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചർച്ച ചെയ്യും ഈ വിഷയമെന്ന് പ്രതീക്ഷിക്കാമോ? ഇതിന്റെ രീതികളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളിലും മറ്റുമുള്ള അഭിപ്രായം, അതായത് മെഡിക്കൽ കോളേജിന്റെ ഗുഡ്വില്ലിന് വലിയ രീതിയിലുള്ള ക്ഷതമുണ്ടാക്കിയ സംഭവമാണ് അന്ന് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് കണ്ട ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഇനി അങ്ങോട്ട് തുടർ നടപടികൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ജൂൺ മാസം 1-ാം തീയതി മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ ഉണ്ടാവുക. പോലീസും ഈ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിനനുസരിച്ചുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയം മെഡിക്കൽ കോളേജ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയങ്ങളില്ല. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.